മഹാരാഷ്ട്രയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കുറെ കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പുതിയ സർക്കാർ വന്നതിന് ശേഷം ഇത് നടത്തണം എന്നുള്ള നിലപാടിലാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം അവിടെ ഉള്ളത്. ഇപ്പോഴിതാ BMC, അതായത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ വരാൻ പോവുകയാണ്. ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇവിടെ ജയിക്കുന്ന കോർപ്പറേഷനിലെ ഓരോ അംഗങ്ങൾക്കും ഒരു MLA പവറാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും സമ്പന്നമാണ്. അവിടെ ജയിക്കാനായി, ആ കോർപ്പറേഷൻ ഭരിക്കാനായി, അത് ഭരിക്കുന്നത് ഒരു അഭിമാനമായി കാണുന്ന, അഭിമാന പ്രശ്നമായി കാണുന്ന ആൾക്കാരാണ് അവിടെയുള്ള സകല പാർട്ടികളും എന്നുള്ളതും നമുക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നു. പോരാത്തതിന് അവിടെ BJP എന്ന് പറയുന്ന പാർട്ടി ഒറ്റയ്ക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരണം പിടിക്കാനായി ധാരാളം നാളുകളായി ശ്രമം നടത്തുന്നു. എന്നാൽ ഇതുവരെ BJP ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചിട്ടുമില്ല. കാരണം ഈ മഹാരാഷ്ട്ര ഈ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ശിവസേന ഉദ്ധവ് വിഭാഗത്തിൻ്റെ ശക്തി കേന്ദ്രമാണ്. പാർട്ടി ഉണ്ടായ ഒരു സ്ഥലം കൂടെയാണ് ഇത് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള താഴെ തട്ടിലേക്ക് ഈ ഉദ്ധവ് വിഭാഗത്തിൻ്റെ പാർട്ടിയുടെ വേരുകൾ അതിഭീകരമായി ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ, മറ്റു തൊഴിലാളികൾ, പ്രവർത്തകർ എന്നിങ്ങനെയുള്ള ആൾക്കാർ ഉദ്ധവിനെ അവിടെ ഇതുവരെ കൈവിട്ടിട്ടുമില്ല. ഇവിടേക്കാണ് ഇത്തവണ BJP നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തുന്നത്. BJP ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 148 സീറ്റുകളിലാണ് അവർ കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതിൽ 133 സീറ്റുകൾ BJP വിജയിച്ചിട്ടുണ്ടായിരുന്നു. 90% അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ. അതുകൊണ്ട് തന്നെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കിക്കൊള്ളാനാണ് BJPയോട് RSS പറഞ്ഞിരിക്കുന്നത്. RSS നയതന്ത്രജ്ഞരുടെയും ഈ പാർട്ടിയുടെ തന്ത്രജ്ഞരുടെയും ഒരു നിർദ്ദേശമനുസരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ മത്സരിക്കണം എന്നാണ് പറയുന്നത്. ഒരു കടുങ്കൈയാണ് സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഒറ്റയ്ക്കൊരിക്കലും BJPക്ക് അവിടെ ഭരണം പിടിക്കാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ് എന്ന് പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് BJP ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. അതിന് പല BJPയുടെ അണികൾക്ക് പോലും ഇപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല. BJP ഇപ്പോൾ വിചാരിക്കുന്നത് RSSന്റെ ഒരൊറ്റ പിന്തുണയിൽ അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ളതാണ്. കാരണം RSSന് അവിടെ വിജയിച്ചില്ലെങ്കിലും ഒരുപാട് പ്ലാനുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അതിൽ ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഷിൻഡേക്കെതിരെയും അജിത് പവാറിനെതിരെയും തങ്ങളുടെ ശക്തി കാണിക്കാനുള്ള ഒരു എന്താ പറയുക, ശക്തി കാണിക്കാനുള്ള ഒരവസരമായി നമുക്കിതിനെ വിലയിരുത്താം എന്നാണ് ഇപ്പോൾ RSS പറഞ്ഞിരിക്കുന്നത്. കാരണം ഷിൻഡെയും അജിത് പവാറും ഇടയ്ക്കിടയ്ക്ക് തലപൊക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് മുമ്പിൽ നമ്മൾ ആരാണ് എന്ന് കാണിക്കാനുള്ള ഒരു അവസരമാണിത്. BJPയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കിടയിൽ BJP ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ എത്താനായിട്ട് സാധിക്കും. അതായത് ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ട് BMCയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ സാധിക്കും എന്നാണ് ഇവർ പറയുന്നത്. മുംബൈ, പൂനെ, നാഗ്പൂർ എന്നിങ്ങനെയുള്ള വിവിധ നഗരങ്ങളിൽ ഞങ്ങളുടെ ശക്തി ഞങ്ങൾക്ക് തന്നെ വിലയിരുത്താൻ സാധിക്കും എന്നും RSS BJPയോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുംബൈ എന്ന് പറയുന്നതെല്ലാം ശിവസേനയുടെ അതിഭീകരമായിട്ടുള്ള കോട്ടകളാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കാൻ തന്നെയാണ് ബാക്കി രണ്ട് പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. ഷിൻഡെ വിഭാഗവും അജിത് പവാർ വിഭാഗവും എല്ലാം ഒറ്റയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പോരാത്തതിന് മഹാവികാസ് അഘാഡിയിൽ പ്രാദേശികമായിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗവും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. പലതവണ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന ശിവസേന വിഭാഗത്തിൻ്റെ അഭിപ്രായം മഹാരാഷ്ട്രയിൽ നിന്ന് ഉയർന്നു വരികയാണെന്ന് ശിവസേന വക്താവ്, ഉദ്ധവ് വിഭാഗത്തിൻ്റെ വക്താവ് ആനന്ദ് ദുബെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് രണ്ട് ഗുണങ്ങൾ നൽകും. ആദ്യം അത് സംസ്ഥാനത്തുടനീളമുള്ള പ്രവർത്തകർക്ക് ഊർജ്ജം പകരും. അതായത് ഉദ്ധവ് താക്കറെയും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിലൂടെ പ്രവർത്തകർക്ക് പൂർണ്ണമായും ഊർജ്ജം നൽകും. ഇപ്പോൾ ഡൗൺ ആയി നിൽക്കുന്ന ഒരു ഡൗൺഫോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് പ്രവർത്തകർക്ക് ഊർജ്ജം നൽകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. രണ്ടാമതായി പാർട്ടിയിൽ നിന്ന് കൂടുതൽ പേർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കും. ഇപ്പോൾ തന്നെ ഉദ്ധവ് വിഭാഗത്തിലുള്ള ഒരു ആഭ്യന്തര സംസാരം എന്ന് പറയുന്നത് ഉദ്ധവ് എന്ന് പറയുന്ന ബാൽ താക്കറയുടെ മകൻ പാർട്ടി ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സ്വന്തം കുടുംബത്തിന് മാത്രമേ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ നിന്നും മാറി പാർട്ടിയിലുള്ള മറ്റ് താഴെത്തട്ടിലുള്ള അണികൾക്കും അവസരം ലഭിക്കും എന്നുള്ളതാണ്, പ്രവർത്തകർക്കും അവസരം ലഭിക്കും എന്നുള്ളതാണ് അവർ വിലയിരുത്തുന്നത്. എന്തായാലും രാജ്യത്തെ ഏറ്റവും വലിയ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുകയാണ്. പല പല ആയുധങ്ങളും അസ്ത്രങ്ങളുമായി BJPയും ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും ശിവസേനയും അജിത് പവാറും എല്ലാവരും അരങ്ങിൽ റെഡിയായി കഴിഞ്ഞു. BJPയുടെ തേര് തെളിക്കുന്നത്, അർജുനന്റെ തേര് ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിച്ചതുപോലെ RSSുമാണ്. ഇനി എന്ത് നടക്കുമെന്ന് കണ്ടറിയണം. RSSന്റെ ഉദ്ദേശം, RSSന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് BJPയുടെ പവർ അത് BMC മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.